ഡോക്ടർ, ഇദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുക്ലം അകത്ത് പോയതിന് ശേഷം യോനിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്, പൂർണ്ണമായും പോവുകയാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ ഒരു കോറിരിക്കുന്നത് ഈ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ കന്യാചർമ്മം ഇതുവരെ പൊട്ടിയിട്ടില്ല എന്നൊരു സംശയം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്. ഇവിടെ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ്. ഒരു പ്രധാന വിഷയം കന്യാചർമ്മമാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം ശുക്ലം ഉള്ളിലേക്ക് പോകുന്നില്ല. ഇതിനെപ്പറ്റി രണ്ടിനെപ്പറ്റിയും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. എല്ലാ ബന്ധങ്ങളിലും കന്യാചർമ്മം മുറിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കന്യാചർമ്മം ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീ കന്യകയല്ല എന്ന് യാതൊരു കാരണവശാലും അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. കന്യാചർമ്മം എന്ന് പറയുന്നത് വളരെ നേർത്ത ഒരു സ്ഥലമാണ്, എന്ന് പറഞ്ഞാൽ ഒരു പാടയാണ്. അത് പല പെൺകുട്ടികളിലും എക്സർസൈസ്, ഡാൻസ്, സൈക്ലിങ്, ജമ്പിങ്, പലതരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചെയ്യുമ്പോൾ തനിയെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ പണ്ട് കാലത്ത് തന്നെ അത് തനിയെ മുറിഞ്ഞു പോയിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ സമയത്ത് മുറിഞ്ഞിട്ട് കുറേ ബ്ലഡ് വരാൻ മാത്രം അവിടെ ഒരു വസ്തുവൊന്നും ഇരിപ്പില്ല. അത് പണ്ടേ ഇല്ലാത്തതായിരിക്കാം. അങ്ങനത്തെ സാധ്യതയുണ്ട്. രണ്ട്, ചിലവരുടെ ഹൈമൻ സ്ട്രെച്ചബിൾ ഹൈമൻ എന്ന് പറയും, ഇലാസ്റ്റിസിറ്റി കൂടിയത്. അതായത് ഒരു പെനീസ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഈ ഹൈമനിൽ ടച്ച് ചെയ്താൽ ഹൈമനും പുറകോട്ട് ഇങ്ങനെ നീങ്ങി കൊടുക്കും. അതുകൊണ്ട് തന്നെ അത് മുറിഞ്ഞൊരു ബ്ലീഡിങ് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബന്ധം നടന്നിട്ടുള്ള പല കേസുകളിലും ഹൈമൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഇത്തരം ഹൈമൻസാണ്, സ്ട്രെച്ചബിൾ ഹൈമൻസ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇത് ഉള്ളിലേക്ക് പോകാനായിട്ട് ഹൈമൻ ഒരു തടസ്സമല്ല. കാരണം ഉള്ളിൽ നടക്കുന്ന മെൻസസ് നടക്കുന്ന സമയത്ത് മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. അപ്പോൾ ഹൈമൻ പൂർണ്ണമായിട്ട് അടഞ്ഞിരുന്നിട്ട് ഒരു തുള്ളി ബ്ലഡ് പോലും പുറത്തേക്ക് വരാത്ത അവസ്ഥയാണെങ്കിൽ വയറൊക്കെ വീർത്ത് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ ആദ്യത്തെ ആർത്തവ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള കേസുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹൈമൻ പലപ്പോഴും അതിനൊരു ഹോള്, ഒന്നെങ്കിൽ നടുക്കൊരു ഹോൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഹോൾസ് ഉണ്ടാവാം. ആ ഹോൾസിനിടയിൽ കൂടാണ് ഹൈമൻ ഉണ്ടെങ്കിൽ പോലും ഈ ബ്ലീഡിംഗ് ഒക്കെ കടന്നു വരുന്നത്. അപ്പോൾ അതേ വഴിയിലൂടെ തന്നെ സെമൻ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒഴുകിയെത്തും. ഇനി സെമൻ വെജൈനയുടെ ഉള്ളിലേക്ക് വീണത് യോനി മുഖത്താണ് വീഴുന്നത്. അത് അവിടെ നിന്ന് ഗർഭാശയത്തിനുള്ളിലേക്കാണ് ഒഴുകിപ്പോകേണ്ടത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് ഒഴുകി വീഴണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എങ്ങനെയായാലും കുറച്ച് പുറത്തേക്ക് പോകും. അതൊന്നും ഒരു പ്രോബ്ലമല്ല, പ്രശ്നമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഒരു തവണ ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ മില്യൺസ് ഓഫ് ടൈംസ് ഉണ്ട്. യൂഷ്വലി ഒരു ചെറുപ്പക്കാരനായ പുരുഷൻ്റെ ശുക്ലത്തിൽ 60 മുതൽ 150 മില്യൺ വരെ. 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷമാണ്. അപ്പോൾ ഈ 150 ഗുണം 10 ലക്ഷം, അത്രയധികം ബീജങ്ങളുണ്ട്. ഈ ഒരു കുഞ്ഞുണ്ടാവാനായിട്ട് ഇതെല്ലാം ആവശ്യമില്ല. ഇതിൽ കേവലം ഒരേ ഒരു ബീജമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി കൺസേൺഡ് ആവേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. ധൈര്യമായിരിക്കുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അഭിപ്രായം തേടാവുന്നതാണ് നിങ്ങൾക്ക്. സംശയ നിവാരണം ആയിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യ ഗർഭിണിയാവുന്നില്ല എങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണുക, നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവയ്ക്കുക. ഒപ്പം രണ്ടുപേരുടെയും പരിശോധനയാണ് ആവശ്യമുള്ളത്. എന്തായാലും ഒരു മിഥ്യാധാരണയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് പലപ്പോഴും. ഈ സിനിമയൊക്കെ ഇതിന് ചില പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ആദ്യ രാത്രി കഴിയുമ്പോൾ പണ്ടത്തെ ഒരു സിനിമകളിലെല്ലാം ബ്ലഡിൻ്റെ ഒരു സ്റ്റെയിനൊക്കെ കാണിച്ചു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സംശയം അതൊരു കാതലായ സംശയമാണ്, പലർക്കുമുള്ളൊരു സംശയമാണ്. പക്ഷേ അത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ആ ഒരു സംശയവും ആശങ്കയും എല്ലാം നിലനിൽക്കുന്നത്. ധാരാളം പേർക്ക് ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പങ്കുവെച്ച ഉത്തരങ്ങളാണെങ്കിൽ കൂടി വീണ്ടും വീണ്ടും ഞങ്ങൾ ആ ചോദ്യങ്ങൾ
എൻ്റർടൈൻ ചെയ്യുകയും വീണ്ടും അതിന് ഉത്തരം പറയുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.